الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد، واحد في أسمائه، واحد في صفاته، واحد في ذاته، واحد في أفعاله، ليس كمثله شيء وهو السميع البصير. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. وإذ قال لقمان لابنه وهو يعظه يا بني لا تشرك بالله إن الشرك لظلم عظيم. اتقوا الله عباد الله أوصيكم وإياي بتقوى الله. ആദരണീയരായ വിശ്വാസികളെ, വിശ്വാസിനികളെ, സ്നേഹമുള്ള സഹോദരീ സഹോദരന്മാരെ, ജീവിതത്തിലുടനീളം അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ പാലിച്ചുകൊണ്ട് അവന് തൃപ്തികരമായ ഒരു ജീവിതം നയിക്കാൻ ശ്രദ്ധിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുക. റഹ്മാനായ റബ്ബുൽ ഇസ്സത്ത് നാം ഓരോരുത്തർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാനായ ലുഖ്മാൻ തന്റെ പ്രിയപ്പെട്ട മകന് നൽകുന്ന 10 ഉപദേശങ്ങൾ, പ്രധാനമായി 10 ഉപദേശങ്ങൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വിശുദ്ധ ഖുർആനിലെ 31-ാം അധ്യായം സൂറത്തുൽ ലുഖ്മാനിലായി വളരെ ഹൃദ്യതയോടുകൂടി അല്ലാഹു വിവരിക്കുന്നുണ്ട്. ആ വിവരണത്തിന്റെ തുടക്കത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപദേശമായി അദ്ദേഹം തന്റെ പൊന്നു മോനെ വിളിച്ചിട്ട് പറയുന്നത് യാ ബുനയ്യ, എന്റെ കുഞ്ഞു മോനെ എന്ന് വിളിച്ച സ്നേഹത്തോടുകൂടി ഹൃദയത്തിന്റെ അകത്ത് നിന്ന് വരുന്ന വാക്കുകളാണ് അദ്ദേഹം വിളിച്ചിട്ട് അദ്ദേഹം പറയുന്ന ഉപദേശങ്ങളിൽ ഒന്നാമത്തെ വിഷയം. ആദ്യമായി തന്റെ മകനോട് ഉപദേശിക്കുന്ന ഇപ്രകാരമാണ്, എന്റെ കുഞ്ഞുമോനെ, നീ ആരെയും അള്ളാഹുവിനോട് പങ്കുചേർക്കരുത് എന്ന്. ഒരു ബാപ്പ തന്റെ മകന് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശങ്ങളിലെ ആദ്യത്തെ ഉപദേശം, മോനെ ശിർക്ക് ചെയ്യരുത്. കാരണം എന്തറിയും, എല്ലാ ഉപദേശങ്ങളുടെയും അത്തരമൊരു ഉപദേശം നൽകാനുള്ള കാരണം അഹ്ലുസുന്നയുടെ ഉലമാ വിശദീകരിക്കുന്നത്, എല്ലാ ഉപദേശങ്ങളുടെയും അടിസ്ഥാനം തൗഹീദാണ്. എല്ലാ നന്മകളുടെയും അടിസ്ഥാനം തൗഹീദാണ്. അതുകൊണ്ട് തന്നെ ആ തൗഹീദിനെ തന്റെ മകനിൽ ഉറപ്പിക്കുകയും ഏറ്റവും വലിയ തിന്മയായ ശിർക്കിനെതിരെ തന്റെ മകനെ തൊട്ട് ജാഗ്രത കാണിക്കാൻ വേണ്ടി അദ്ദേഹം ഉപദേശിക്കുകയും ചെയ്യാം. ഇതാണ് ഈ ആയത്തിലെ 31-ാം അധ്യായം സൂറത്തുൽ ലുഖ്മാനിലെ 13-ാമത്തെ ആയത്തിൽ അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ ഉപദേശമായി പഠിപ്പിക്കപ്പെടുന്നത്. എന്താണ് ഉപദേശം? അല്ലാഹു തആല പറഞ്ഞു, വഇദ് ഖാല ലുഖ്മാനു ലിബ്നിഹി. സാധാരണ ഖിറാഅത്തിൽ ചെറിയൊരു തെറ്റ് ആളുകൾക്ക് വരാറുണ്ട്. ലി ഇബ്നിഹി എന്ന് ചിലർ വായിക്കും, അത് തെറ്റാണ്. ലിബ്നിഹി എന്നാണ് വായിക്കുന്നത്. ലിബ്നിഹി വഹുവ യഇദുഹു യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ്. ലുഖ്മാൻ തന്റെ മകന് സതുപദേശം നൽകിക്കൊണ്ടിരിക്കെ, വഅള് പറഞ്ഞുകൊണ്ടിരിക്കെ മോനോട് പറഞ്ഞു. അത് വളരെ ശ്രദ്ധേയമായ ഒരു വർത്താനാണ്. എന്താണത്? എന്റെ കുഞ്ഞു മകനെ, ലാ തുശ്രിക് ബില്ലാഹ്, നീ അല്ലാഹുവോട് ഒരിക്കലും ഒന്നിനെയും പങ്കുചേർക്കരുത്. കാരണം എന്തറിയോ മോനെ, ഇന്ന ശിർക ലദുൽമുൻ അളീം. ഒരു ബാപ്പ മോന് കൊടുക്കുന്ന ഉപദേശമാണ്, ഇന്ന ശിർക ലദുൽമുൻ അളീം. തീർച്ചയായും അങ്ങനെ ചേർക്കുന്നത്, പങ്കുചേർക്കുന്നത് വലിയ അക്രമം തന്നെയാകുന്നു. അതായത് ഹുവ അഅ്ളമുൽ ദുൽം, ഏറ്റവും വലിയ പാപം, വമ്പിച്ച അതിക്രമം പൊന്നുമോനെ ശിർക്കാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഉപദേശങ്ങളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത് ശിർക്കിൽ അകപ്പെടാതിരിക്കാനും തൗഹീദിൽ ഉറച്ചു നിൽക്കാനുമുള്ള ഉപദേശമാകുന്നു. ഏത് കാലത്തും, എല്ലാ കാലഘട്ടത്തിലും ഏതൊരു പിതാവും തന്റെ മക്കൾക്ക് നൽകേണ്ടുന്ന പ്രധാനപ്പെട്ട ഉപദേശമാണത്. എത്രത്തോളം അറിയോ? സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തിന്റെ ഒരു പ്രാർത്ഥന നമുക്ക് പരിചയമാണ്. അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് വജ്നുബ്നി വബനിയ അൻ നഅ്ബുദുൽ അസ്നാം. ആരാണ് ഈ പ്രാർത്ഥിക്കുന്നത്? ഖലീലുല്ലാഹി ഇമാമുൽ മുവഹിദീൻ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. അല്ലാഹുവേ, വിഗ്രഹങ്ങൾക്ക് ആരാധന നടത്തുന്നതിൽ നിന്ന് എന്നെയും എന്റെ മക്കളെയും നീ കാക്കണേ. അപ്പൊ എത്ര ഗൗരവമുള്ള ഒരു വിഷയമാണ് ശിർക്ക് എന്ന് പറഞ്ഞാൽ, പ്രിയമുള്ളവരെ,
അതുകൊണ്ട് തന്നെ തൗഹീദിന്റെ അടിസ്ഥാനത്തിലല്ലാതെയുള്ള ഒരു നന്മയും അള്ളാഹുവിങ്കൽ സ്വീകാര്യമല്ല എന്നതാണ് അതിന് കാരണം. എന്തുകൊണ്ട് തൗഹീദ്, എന്തുകൊണ്ട് ശിർക്കിൽ നിന്ന് ജാഗ്രത പാലിക്കണം എന്ന് ചോദിച്ചാൽ, അള്ളാഹുവിങ്കൽ ഏത് നന്മയും സ്വീകരിക്കപ്പെടാനുള്ള അടിസ്ഥാനപരമായ കാര്യം അത് തൗഹീദാണ്. ആ നന്മ നഷ്ടപ്പെടുത്തുന്ന കാര്യം ശിർക്കാണ് എന്നതുകൊണ്ടാണ്. ഒന്നാമതായി തന്നെ പ്രിയപുത്രനോട് ലുഖ്മാൻ ഉപദേശിക്കുന്നതും അതുകൊണ്ട് തന്നെ. നോക്കൂ, ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറയാണ്, ഖാല ലമ്മ നസലത്തിൽ ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമി ശഖ്ഖ ദാലിക അലൽ മുസ്ലിമീൻ. വിശ്വസിക്കുകയും തങ്ങളുടെ വിശ്വാസത്തിൽ ളുൽമ്, അക്രമം കൂട്ടിക്കലർത്താതിരിക്കുകയും ചെയ്തവരാരോ എന്ന ആയത്ത് അവതരിപ്പിച്ചപ്പോൾ മുസ്ലിമീങ്ങൾ അഥവാ സ്വഹാബത്ത് അതിൽ സംശയത്തിലായി. ഫഖാലു യാ റസൂലല്ലാഹ്, അവർ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, അയ്യുനാ ലാ യദ്ലിമു നഫ്സഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങളുടെ കൂട്ടത്തിൽ അക്രമം ചെയ്യാത്തവരായി ആരാണുള്ളത്? ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വഹാബ, ലൈസ സാലിക ഇന്നമാ ഹുവ ശിർക്ക്. നിങ്ങൾ വിചാരിക്കുന്ന അക്രമമല്ല ഈ ആയത്തിൽ പറയുന്നത്. പിന്നെന്താണ്? അത് ശിർക്കിനെ ഉദ്ദേശിച്ചാണ്. എന്നിട്ട് അദ്ദേഹം ഒന്നുകൂടി വ്യക്തമാക്കാണ്, അലം തസ്മഉ മാ ഖാല ലുഖ്മാനു ലിബ്നിഹി വഹുവ യഅദുഹു യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്ന ശിർക ലദുൽമുൻ അദീം. ലുഖ്മാൻ, മഹാനായ ലുഖ്മാൻ, അറിയപ്പെട്ട ലുഖ്മാൻ, ലോകം മുഴുവനും മുസ്ലിമീങ്ങൾക്ക് പ്രസിദ്ധനായ ലുഖ്മാൻ, അദ്ദേഹം തന്റെ മകനെ ഉപദേശിക്കുമ്പോൾ അവരോട് പറഞ്ഞു, നിങ്ങൾ കേട്ടിട്ടില്ലേ സ്വഹാബ, എന്താണത്? എന്റെ കുഞ്ഞുമോനെ, നീ അള്ളാഹുവിൽ പങ്കുചേർക്കരുത്, തീർച്ചയായിട്ടും അള്ളാഹുവിൽ ശിർക്ക് വക്കൽ വമ്പിച്ച അക്രമമാകുന്നു. സ്വഹീഹുൽ ബുഖാരി 3429 നമ്പർ ഹദീസ്. അപ്പോൾ ഈ ശിർക്ക് വലിയ അക്രമമാണ്. സ്വാഭാവികമായും ഈ ശിർക്ക് എപ്പോഴും കേൾക്കുന്നുണ്ട് തന്നെ അത് പഠിക്കൽ അത്യാവശ്യം. എന്താണ് ഈ ശിർക്ക്? പൊതുവെ ചില ആളുകൾ പരിഹാസത്തോട് ചോദിക്കാറുണ്ട്, എന്താ ഈ ശിർക്ക്? ആ ശിർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നതിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാരൊക്കെ പറയുന്നതിന്റെ ഒരു ആശയം, അള്ളാഹുവിന്റെ നാമങ്ങളിലോ അള്ളാഹുവിന്റെ ഗുണവിശേഷണങ്ങളിലോ മറ്റുള്ളവരെ പങ്കുചേർക്കുന്നതിനാണ് ശിർക്ക് എന്ന് പറയുക. അങ്ങനെ പറഞ്ഞാ പോരാ, നിങ്ങൾ ഏതെങ്കിലും ഒരു ഇമാമിന്റെ ഉദ്ധരണി പറയണം. ശരി, ഇമാം മുഫ്രദാത്ത്, ഇമാം റാഗിബ് അദ്ദേഹത്തിന്റെ മുഫ്രദാത്തിൽ വിശദീകരിക്കാണ്, അശ്ശിർക്കുൽ അദീം, ഏറ്റവും വലിയ ശിർക്ക് എന്ന് പറഞ്ഞാൽ വഹുവ, അത് ഇസ്ബാതു ശരീകിൻ ലില്ലാഹി തആല. അതാണ് നിർവചനം ശിർക്കിന്റെ. ഇസ്ബാതു ശരീകിൻ ലില്ലാഹി തആല, അല്ലാഹുവിന് പങ്കുകാരെ ഉണ്ടാക്കലാണ്. നോക്കൂ, നിങ്ങൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ അല്ലാതെ ജീവിക്കുകയും അവസാന കാലഘട്ടത്തിൽ തൗബ ചെയ്ത് അഹ്ലുസുന്നത്തിലേക്ക് മടങ്ങുകയും ചെയ്ത മഹാനാണ് ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹിമഹുല്ലാഹ്. അദ്ദേഹം ഇൽമുൽ കലാമിന്റെ വിശ്വാസത്തിലായിരിക്കെ പോലും എഴുതിയ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ കാണാം, വ അമ്മൽ ഇശ്റാഖ്, അപ്പോൾ ശിർക്ക് എന്ന് പറഞ്ഞാൽ ഫവദഉൽ മഅബൂദിയ്യതി ഫീ ഗൈരില്ലാഹി തആല, അല്ലാഹു അല്ലാത്തവരിൽ ദിവ്യത്വം കൽപ്പിക്കലാണ്. ശരിക്കും ലളിതമായി പറഞ്ഞാൽ അള്ളാഹുവിന് നൽകേണ്ട ആരാധനയുടെ ഇനങ്ങളും വകുപ്പുകളുമൊക്കെ അള്ളാഹു അല്ലാത്ത ശക്തിക്ക്, വ്യക്തിക്ക്, വസ്തുവിന് നൽകലാണ് ശിർക്ക് എന്ന് പറഞ്ഞാൽ. സുബ്ഹാനല്ലാഹ്. ഒരു പക്ഷേ നമ്മൾ ഈ ഖുത്ബയിൽ വന്നിരിക്കുന്ന ആളുകൾ ആരും അങ്ങനെ ചിന്തിക്കണം എന്നില്ല. എന്നാലും ഞാൻ ഒരു ഉദാഹരണം അല്ലെങ്കിൽ ഒരു ഓർമ്മപ്പെടുത്തലിന് വേണ്ടി പറയാണ്. ഒരു പക്ഷെ ആളുകൾ ഇങ്ങനെ ആലോചിക്കുന്നുണ്ടാവും, അങ്ങനെ ആലോചിക്കുന്നവരാലേക്കും ലോകത്ത് ഉമ്മത്ത് മുസ്ലിമ ഒരു വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന ഒരു സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് GCCയിലൊക്കെ വലിയ പ്രശ്നങ്ങൾ ഇതിന്റെ പേരിൽ ഉണ്ടാകുന്ന ഒരു കാലഘട്ടത്തിൽ, ഈ മുസ്ലിങ്ങൾക്കിടയിൽ വ്യാഖ്യാനപരമായി പല സാധ്യതകളുമുള്ള ഒരു വിഷയത്തെ ഇത്ര വലിയൊരു പ്രധാനപ്പെട്ട ഒരു വിഷയമായി ഒരു മിമ്പറിന്റെ മുകളിൽ നിന്ന് പറയേണ്ടതുണ്ടോ എന്നൊരു പക്ഷേ തലക്ക് സുഖമില്ലാത്ത പല ആളുകളും ചിന്തിക്കാൻ സാധ്യത. ഞാൻ അങ്ങനെ തന്നെ പറയുന്ന മനഃപൂർവ്വമാണ്. നിങ്ങൾ ആലോചിച്ചൊക്കെ, ലോകത്തൊരു മനുഷ്യനെ ബാധിക്കുന്ന ഏറ്റവും വലിയ അശുദ്ധി, നജസ്, ഏറ്റവും വലിയ മ്ലേച്ഛത, ഏറ്റവും വലിയ വൃത്തികേട്, ഏറ്റവും വലിയ വിവരക്കേട്, അത് വിശ്വാസ വിശുദ്ധിയില്ലായ്മയാണ്. വല്ലാഹുൽ മുസ്തആൻ. ശരി പ്രിയമുള്ളവരെ, അപ്പൊ എന്താണ് ശിർക്ക് ഒരാളിൽ ഉണ്ടായുള്ള കുഴപ്പം? ഒരാളിൽ ശിർക്ക് ഉണ്ടായുള്ള കുഴപ്പം എന്താ? ഗ്യാസ് ഇല്ലാതിരുന്നുള്ള കുഴപ്പം എന്താ? തൽക്കാലം വിറകുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ.
ഒരൊറ്റ ദിവസത്തെ പത്രവാർത്ത വന്നപ്പോഴേക്കും ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾ കണ്ടോല്ലേ എന്ന് എനിക്കറിയില്ല. ചില ആൾക്കാർക്ക് ആനുകാലികം പ്രധാനമായതുകൊണ്ട് മാത്രം ഉൾപ്പെടുത്താം, ചില ആൾക്കാർക്ക് അത് പ്രധാനമാണ്. ഇങ്ങനെ കറണ്ടിൽ ഇങ്ങനെ കുത്തിയ ശരിക്കും ഗ്യാസ് തന്നെ, കറണ്ടിൽ കുത്തിയാൽ മതി. ഒന്നുകൂടി അപ്ഡേറ്റ് ചെയ്തു, കോയമ്പത്തൂരൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു. എന്ത്? ഓയിലിൽ, അതുപോലെ ഏത് കരിയോയിലിൽ, അതുപോലെ ഡീസലിൽ ഒക്കെ പ്രവർത്തിക്കുന്ന അടുപ്പുകളൊക്കെ ഒരുടെ. അപ്പൊ ഗ്യാസ് ഇല്ലെങ്കിൽ മനുഷ്യന് ജീവിക്കാൻ പറ്റും. എന്നാൽ ഈമാൻ ഇല്ലെങ്കിൽ ടോർച്ചിന്റെ വെളിച്ചം, ചൂട്ടിന്റെ വെളിച്ചം പകരമാകില്ല. ഗ്യാസ് ഇല്ലെങ്കിൽ വിറക് പകരമാകും, ഗ്യാസ് ഇല്ലെങ്കിൽ കരണ്ടടുപ്പ് പകരമാകും. അതല്ല മുസ്ലിമെ ആത്യന്തിക വിഷയം. പ്രശ്നം ഈമാനില്ലെങ്കിൽ ടോർച്ച് പകരമാവില്ല, ചൂട്ട് പകരമാകില്ല, ഒരു തീനാളങ്ങളും പകരമാകില്ല. ഈമാന്റെ പ്രകാശം അത് പ്രധാനമാണ്. അല്ലാഹു അക്ബർ കബീറ. ശരി പ്രിയമുള്ളവരെ, ഒരാളില് ശിർക്ക് സംഭവിച്ചാൽ എന്തപ്പോ കുഴപ്പം? അങ്ങനെ ആലോചിക്കല്ലോ ചിലപ്പോ. ഒന്നാമതായി മനസ്സിലാക്കേണ്ട കാര്യം, എന്തുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ പലയിടത്തും പിന്നെയും ഇത് പറഞ്ഞു? എന്തുകൊണ്ടൊരു വാപ്പ തന്റെ പൊന്നുമോനെ ചേർത്ത് പിടിച്ചിട്ട് ഒന്നാമത്തെ പ്രധാനപ്പെട്ട ഉപദേശമായി ഇത് പറഞ്ഞു? എന്തുകൊണ്ടെന്നറിയോ? അള്ളാഹുവിന്റെ ഖുർആനിൽ നമുക്കൊക്കെ അറിയുന്നൊരു ആയത്ത് കാണാം. ശിർക്ക് ചെയ്യുന്ന ആളുകൾ എന്ത് നന്മ ചെയ്തിട്ടും കാര്യമില്ല, അത് സ്വീകരിക്കൂല. അതാ ശിർക്കിന്റെ കുഴപ്പം. ശിർക്കിന്റെ കുഴപ്പം എന്തറിയോ? അള്ളാഹ് പറഞ്ഞതറിയോ? വലൗ അശ്റകൂ ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ. 6-ാം അധ്യായം സൂറത്ത് അൻആം 88-ാമത്തെ ആയത്ത്. അള്ളാഹ് പറയാണ്, അവരെങ്ങാനും അള്ളാഹുവിനോട് ശിർക്ക് വെച്ചിരുന്നെങ്കിൽ, പങ്കു ചേർത്തിരുന്നുവെങ്കിൽ, അവർ പ്രവർത്തിച്ചിരുന്നതെല്ലാം അവരെ സംബന്ധിച്ചിടത്തോളം നിഷ്ഫലമായി പോകുമായിരുന്നു. അഥവാ അള്ളാഹുവിന് നൽകേണ്ടുന്ന ആരാധനകളിൽ ഏതെങ്കിലും ഒന്ന് അള്ളാഹു അല്ലാത്തവർക്ക് നൽകിയാൽ, അത് മുഹമ്മദ് നബി ആയാലും ബദരീങ്ങളായാലും ഇസ്ലാമിക സമൂഹത്തിൽ അറിയപ്പെട്ട ആളുകളിൽ ആരായാലും, ഇനി അതിൽ പുറത്തുള്ളവരായാലും ശരി, അവന്റെ പ്രവർത്തനങ്ങൾ മുഴുവനും ബാത്തിലാകും. അത് ജീവകാരുണ്യ പ്രവർത്തനമായാലും സാമൂഹ്യക്ഷേമ പ്രവർത്തനമായാലും ഏത് നന്മയായാലും ശരി, അത് മുഴുവനും പൊളിഞ്ഞു പോകും. ഇന്ന ശിർക ലദുൽമുൻ അദീം. അത്ര വലിയ അപകടമാണ് ശിർക്ക്. വീണ്ടും ചോദിക്കുകയാണ്, ശിർക്ക് സംഭവിച്ചാൽ എന്താ കുഴപ്പം? ശിർക്ക് സംഭവിച്ചാൽ എന്താ കുഴപ്പം അറിയോ? അള്ളാഹുവിന്റെ ഖുർആനിൽ കാണാം, ശിർക്ക് ചെയ്ത ഒരാൾ മരിച്ചുപോയാൽ, ശിർക്ക് സംഭവിച്ചിട്ട് ഒരാൾ മരിച്ചുപോയാൽ ഒരിക്കലും അല്ലാഹു തആല അത് പുറത്തു കൊടുക്കൂല. ഞാൻ പറഞ്ഞല്ല, അല്ലാഹ് പറയാം. വിശുദ്ധ ഖുർആനിൽ കാണാം, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അല്ലാഹു പറയാൻ, തന്നോട് പങ്കു ചേർക്കപ്പെടുന്നത് അല്ലാഹു ഒരിക്കലും പൊറുക്കൂല. അതൊഴിച്ചുള്ളതെല്ലാം അവനുദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുത്തേക്കാം. 4-ാം അധ്യായം സൂറത്തു നിസാ 48-ാമത്തെ ആയത്ത്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, ഒരു ഹദീസിൽ കാണാം, അനസ് ബിൻ മാലിക്കിൽ നിന്ന്, അൽദുൽമു സലാസ. അക്രമം 3 തരമാണ്. ഫളുൽമുൻ ലാ യഗ്ഫിറുഹുല്ലാഹ്, വളുൽമുൻ യഗ്ഫിറുഹുല്ലാഹ്, വളുൽമുൻ ലാ യത്റുകുഹുല്ലാഹ്. ഒന്നാമത്തത് അല്ലാഹു പുറത്തു കൊടുക്കാത്ത അതിക്രമം, രണ്ടാമത്തത് അല്ലാഹു പുറത്തു കൊടുക്കുന്ന അതിക്രമം, മൂന്നാമത്തത് അല്ലാഹു വിട്ടുകൊടുക്കാത്ത അതിക്രമം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോന്ന് വിശദീകരിക്കാൻ, ഫഅമ്മൽ ളുൽമുല്ലദി ലാ യഗ്ഫിറുഹുല്ലാഹ് ഫശ്ശിർക്ക്. അല്ലാഹു പുറത്തു കൊടുക്കാത്ത അതിക്രമം ശിർക്കാണ്. അല്ലാഹു പുറത്തു കൊടുക്കാത്ത അതിക്രമം ശിർക്കാണ്. വഖാല, നബി വിശദീകരണം പറയാം, ഇന്ന ശിർക ലദുൽമുൻ അദീം. തീർച്ചയായിട്ടും അങ്ങനെ പങ്കു ചേർക്കുന്നത് വലിയ അക്രമം തന്നെയാണെന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തെളിവായി പറഞ്ഞത്. ഇനിയോ, വഅമ്മൽ ളുൽമുല്ലദി യഗ്ഫിറുഹുല്ലാഹ് ഫളുൽമുൽ ഇബാദി ലിഅൻഫുസിഹിം ഫീമാ ബൈനഹും വബൈന റബ്ബിഹിം. അള്ളാഹു പുറത്തു കൊടുക്കുന്നവ, സുബ്ഹാനല്ലാഹ്, വല്ലാത്തൊരു വാക്കാണത്. നബി പറയാണ്, അള്ളാഹു പുറത്തു കൊടുക്കുന്ന തിന്മ ഏതെന്നറിയോ? അടിമകളോട്, സ്വന്തങ്ങളോട് ചെയ്യുന്ന, അഥവാ അവർക്കും അവരുടെ റബ്ബിനുമിടയിലുള്ള അതിക്രമങ്ങളാണ്. അത് അള്ളാഹു പുറത്തു കൊടുക്കും. അതാണ് ശിർക്കല്ലാത്തതൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കും പറഞ്ഞത്. ഇനി മൂന്നാമത്തത്, ഇത് നമ്മൾ ഗൗരവത്തിൽ കാണണം. ഒരു വലിയ മാസത്തെ കഴിഞ്ഞു പോന്നവരാ നമ്മൾ.
അള്ളാഹു തൗഫീഖ് ചെയ്താൽ ആ മാസത്തെ പോലെ വിശിഷ്ടമായ ഒരു മാസത്തിലേക്ക് ഇൻഷാ അല്ലാഹ് ദുൽഹജ്ജിലേക്ക് ഏറെ താമസിയാതെ പ്രവേശിക്കാനുള്ളവരെ നമ്മൾ നന്മയെ തൊട്ട് നമ്മൾ വളരെ ജാഗ്രത കാണിക്കണം. എന്താ മൂന്നാമത്തെ കാര്യം അറിയൂ? എന്നാൽ അള്ളാഹു ഒരിക്കലും വിട്ടുകൊടുക്കാത്ത തിന്മയാണ് അടിമകൾ പരസ്പരം ചെയ്യുന്ന അതിക്രമങ്ങൾ, ഗീബത്ത്, നമീമത്ത്, കള്ളപ്രചരണങ്ങൾ, അപവാദ പ്രചരണങ്ങൾ, അവരുടെ സമ്പത്തുകൾ മോഷ്ടിക്കൽ തുടങ്ങി പരസ്പരമുള്ള അതിക്രമങ്ങൾ. അവ പരസ്പരം കടം തീർക്കുന്നതുവരെയും അള്ളാഹു പുറത്തു കൊടുക്കൂല. ഗീബത്ത് പറഞ്ഞിട്ടുണ്ടോ? പൊരുത്തപ്പെടിക്കണം. ഏഷണിണ്ടോ? പൊരുത്തപ്പെടിക്കണം. അപവാദം പറഞ്ഞിട്ടുണ്ടോ? പൊരുത്തപ്പെടിക്കണം. എത്രത്തോളം നിങ്ങൾ തൗബയുടെ ഷർത്ത് പറഞ്ഞെടുത്ത് നാലാമതായി മഹാനായി ഇമാം നബവി പറഞ്ഞതറിയും, മനുഷ്യർ തമ്മിലുള്ള ഹക്കടപാടുകൾ വീട്ടിയിരിക്കണം എന്നാണ്. അള്ളാഹു വിട്ടുകൊടുക്കാത്ത അതിക്രമമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സ്വഹീഹ അല്ലാമത്തുൽ അൽബാനി 1927 നമ്പർ ഹദീസ്. പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, സഹോദരി സഹോദരന്മാരെ, എന്താ ഒരാൾ ശിർക്ക് സംഭവിച്ചുള്ള കുഴപ്പം? അള്ളാഹു പുറത്തു കൊടുക്കൂല എന്നാണ്. മാത്രമല്ല, ദുനിയാവിലുള്ളത് മുഴുവനും പ്രായശ്ചിത്തമായി റബ്ബിന് നൽകിയാലും അള്ളാഹു ശിർക്ക് ചെയ്തു എന്ന ആ ഒരു തിന്മ അള്ളാഹു പുറത്തു കൊടുക്കൂല എന്നാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, യഖൂലുല്ലാഹു തആല, അല്ലാഹു തആല പറഞ്ഞു, ലിഅഹ്വനി അഹ്ലിൻ നാരി അദാബൻ യൗമൽ ഖിയാമ. നബി പറയാണ് യഖൂലുല്ലാഹു തആല ലിഅഹ്വനി അഹ്ലിൻ നാരി അദാബൻ യൗമൽ ഖിയാമ ലൗ അന്ന ലക മാ ഫിൽ അർളി മിൻ ഷൈഇൻ അകുൻത തഫ്തദി ബിഹി ഫയഖൂലു നഅം. അന്ത്യനാളിൽ, ഖിയാമത്ത് നാളിൽ, നരകത്തിന്റെ അവകാശികളിൽ ഏറ്റവും ചെറിയ ശിക്ഷ അനുഭവിക്കുന്ന ഒരു വ്യക്തിയോട് അല്ലാഹു തആല ചോദിക്കും, ഭൂമിയിൽ എന്തെങ്കിലും ഒരു കാര്യം നീ ഉടമപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, അത് കെട്ടിടമാകട്ടെ, സ്ഥലങ്ങളാകട്ടെ, ഏക്കർ കണക്കിന് ജംഗമ വസ്തുക്കളാകട്ടെ, ഭൂമിയാകട്ടെ, എന്താകട്ടെ, അല്ലെങ്കിൽ ഒരു പ്രദേശത്തിന്റെ മുഴുവൻ ഭരണമാകട്ടെ, നിന്റെ കയ്യിലുണ്ടെങ്കിൽ നരകത്തിൽ നിന്ന് നിന്നെ രക്ഷപ്പെടുത്തുന്നതിനു വേണ്ടി നിന്റെ കയ്യിൽ ദുനിയാവിലുള്ളത് മുഴുവനും പ്രായശ്ചിത്തമായി നൽകാൻ നീ തയ്യാറാകുമോ എന്ന്. ഫയഖൂലു നഅം. അയാൾ പറയും, അതെ അള്ളാഹു എന്റെ കയ്യിലത് മുഴുവൻ നീ എടുത്തു, എന്നെ നരകത്തെ രക്ഷപ്പെടുത്തിയാൽ മതി. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത് ഹദീസല്ലേ? ആയത്ത് പറഞ്ഞുണ്ട്. എത്രത്തോളം നട മുജ്രിമീങ്ങൾ പറയുന്ന വാക്കുണ്ടത്. ലൗ യഫ്തദി മിൻ അദാബി യൗമിഇദിൻ ബിബനി വസാഹിബതിഹി വഅഖി വഫസീലതിഹി അല്ലതി തുവി വമൻ ഫിൽ അർളി ജമീഅൻ സുമ്മ യുൻജി. എല്ലാവരും നീ എടുത്തോ, എന്നെ മാത്രം നീ നരകത്തെ രക്ഷപ്പെടുത്തിയാൽ മതി എന്നും മനുഷ്യൻ പറഞ്ഞു പോകുന്നു. എന്ന് മനുഷ്യന്മാര് പറയുന്നു. ഇവിടെ ആലോചിച്ച് നോക്കി, ഇവിടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അയാളോട് പറയുന്ന ഒരു വാക്കുണ്ട്. പ്രിയമുള്ളവരെ, എന്താ ശിർക്കിന്റെ കുഴപ്പമെന്നല്ലേ? ഫയഖൂലു, റബ്ബ് പറയാണ്, അറദ്തു മിൻക അഹ്വന മിൻ ഹാദാ വഅൻത ഫീ സുൽബി ആദം. നീ ആദമിന്റെ മുതുകിലായിരിക്കെ എന്നിലൊന്നിനെയും അല്ലാ തുശ്രിക ബി ശൈഅ, എന്നിലൊന്നിനെയും പങ്കുചേർക്കരുത് എന്ന അതിനേക്കാൾ നിസ്സാരമായ ഒരു കാര്യമാണ് ഞാൻ നിന്നോട് ആവശ്യപ്പെട്ടത്. എന്താ അങ്ങനെ പറഞ്ഞാൽ? 7-ാം അധ്യായം സൂറത്ത് അറാഫ് 120 മേലുള്ള ആയത്തുകളൊന്ന് വായിച്ചു നോക്കിയാൽ കാണാം, അല്ലാഹു തആല മനുഷ്യനോട് ചോദിക്കുന്നുണ്ട്, അലസ്തു ബി റബ്ബിക്കും ഖാലൂ ബല. ഈ ലോകത്തേക്ക് പടക്കപ്പെടുന്നതിന് മുമ്പ് റൂഹാനികളുടെ ലോകത്ത് മനുഷ്യരെ കൊണ്ട് അള്ളാഹു സമ്മതിപ്പിച്ചാണ്, ഞാനാണ് നിങ്ങളുടെ റബ്ബ് അല്ലേന്ന് വെച്ചപ്പോ അതെ, ഞങ്ങളത് സമ്മതിക്കുന്നു, അംഗീകരിക്കുന്നു. അള്ളാഹുവാണ് റബ്ബ് എന്ന് അംഗീകരിച്ചിട്ട് റബ്ബ് നമ്മളങ്ങോട്ട് പറഞ്ഞു. അള്ളാഹ് പറയാണ്, ഒരു ചെറിയ കാര്യം ഞാൻ നിന്നോട് ആവശ്യപ്പെട്ടിരുന്നു, എന്താ? എന്നിൽ നീ പങ്കുചേർക്കരുത്, ശിർക്ക് വെക്കരുത്. പക്ഷെ നീ ശിർക്ക് ചെയ്തുകൊണ്ട് വിസമ്മതം പ്രകടിപ്പിച്ചു. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിം അവിടെ സ്വഹീഹുകൾ ഉദ്ധരിക്കുന്ന ഹദീസാണ്. അല്ലാഹു അക്ബർ കബീറ. പ്രിയമുള്ളവർ, അതിനാൽ ഈ ഒരു മനുഷ്യന് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് മാത്രമല്ല, അനന്തമായി ശാശ്വതമായി നരകത്തിന്റെ പ്രയാസങ്ങളിൽ മരണമില്ല, ജീവിതമില്ല. ലാ യമൂതു ഫീഹാ വലാ യഹ്യ. അതാ നരകം. കാലാകാലം എന്നെന്നും അവൻ കഴിഞ്ഞുകൂടേണ്ടി വരും. എന്ത് ചെയ്തിട്ടില്ലെങ്കിൽ ദുനിയാവിലായിരിക്കെ അവൻ പശ്ചാത്തപിക്കുകയോ നിലപാട് നന്നാക്കുകയോ ചെയ്യാത്തതിനാൽ കാലാകാലം അവൻ നരകത്തിൽ കഴിയേണ്ടി വരും. എന്നാൽ ബാക്കി ഏത് തിന്മയും ഒരുപക്ഷെ അള്ളാഹു പുറത്തു കൊടുത്തേക്കും. പലിശ അടക്കം, വ്യഭിചാരടക്കം, മോഷണടക്കം ഹദീസിൽ കാണാം. അല്ലാഹു തആല ഇതെല്ലാം പുറത്തു തരുമാറാവട്ടെ.
വളരെ ഗൗരവമാണ്. എന്തുകൊണ്ട് ശിർക്ക് പ്രശ്നമാകുന്നു ചോദിച്ചാൽ നമ്മുടെ ആഖിറത്ത് നശിപ്പിക്കുന്നുള്ളതുകൊണ്ട്. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, ഒരു ബാപ്പാക്ക് സ്വന്തം മോനോട് ഉപദേശിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശമായി അള്ളാഹു എടുത്തു കൊടുക്കുന്നത്. നോക്ക് എത്ര ഉപദേശം പറയുന്നത്. ആദ്യം പറയുന്ന ഉപദേശം, പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, എന്തെല്ലാം പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നാലും, എന്തൊക്കെ പരിഹാസങ്ങൾ ഏൽക്കേണ്ടി വന്നാലും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്ത് മുസ്ലിമീങ്ങളോട് പഠിപ്പിക്കുന്നത് ഒരിക്കലും ശിർക്ക് ചെയ്യരുതേ എന്ന് നമ്മുടെ നബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകി. ശിർക്ക് ചെയ്യരുതേ. عن أبي الدرداء رضي الله تعالى قال أوصاني خليلي صلى الله عليه وسلم എന്റെ സുഹൃത്തായ മുഹമ്മദ് നബി എന്നോട് വസിയത്ത് നൽകിയിട്ടുണ്ട്. എന്താ വസിയത്ത് അറിയോ? അല്ലാ തുശ്രിക ബില്ലാഹി ശൈഅൻ, നീ അല്ലാഹുവിൽ ഒരിക്കലും പങ്കു ചേർക്കരുത്. എത്രത്തോളം? വഇൻ ഖുത്തിഅത വഹുരിഖത, നിന്റെ ശരീരത്തെ മുറിച്ച് കഷ്ണങ്ങളാക്കപ്പെട്ടാലും, നിന്നെ കത്തിച്ച് ചാരമാക്കി കളഞ്ഞാലും ശരി, ഒരിക്കലും നീ ശിർക്ക് ചെയ്യരുത്. ഇബ്നു മാജ അവിടുത്തെ ഹദീസ് ഗ്രന്ഥത്തിൽ 4034 നമ്പറായി ഉദ്ധരിച്ചു. അല്ലാമത്തുൽ അൽബാനി റഹ്മഹുല്ലാഹ് ഈ ഹദീസിന് ഹസൻ എന്ന ഹുക്മ നൽകി സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കി, കത്തിച്ച് കളഞ്ഞാലും ചാരമാക്കി കളഞ്ഞാലും കൊന്നു കളഞ്ഞാലും ശരി, കഷ്ണമാക്കി നുറുക്കപ്പെട്ടാലും ശരി, ശിർക്ക് ചെയ്യരുതെന്നാണ്. എന്തുകൊണ്ട് ശിർക്ക് ചെയ്യരുത്? അത്ര ഗൗരവമുള്ളത്. കൂടാതെ ശിർക്കിന്റെ നിരർത്ഥകത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ശിർക്കിന്റെ നിരർത്ഥകത വളരെ ഗൗരവത്തിൽ ധാരാളം ഇടങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഏറെ അത്ഭുതകരമായ ഒരു കാര്യം തരൂ. വിശുദ്ധ ഖുർആനിൽ നമ്മൾ ഓതിപ്പോകുന്ന ആയത്തിനിടയിൽ ഒരു ആയത്തുണ്ട്. 39 അധ്യായം സൂറത്ത് സുമറിന്റെ 29 ആയത്ത്. ആ ആയത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പഠിപ്പിക്കുന്നത് ഒരു മുവഹിദിന്റെയും മറ്റൊരു മുശ്രിക്കിന്റെയും ഉപമയാണ്, അഥവാ വിശ്വാസിയുടെയും ബഹുദൈവ വിശ്വാസിയുടെയും ഉപമയാണ്. എന്തായെന്നറിയോ? ضربallahu مثلا رجلا فيه شركاء متشاكسون ورجلا سلما لرجل هل يستويان مثلا الحمد لله بل أكثرهم لا يعلمون. അല്ലാഹു ഇതാ ഒരു മനുഷ്യനെ ഉപമയായി എടുത്തു കാണിച്ചിരിക്കുന്നു. എന്താണ് ആ മനുഷ്യന്റെ ഉപമ? പരസ്പരം വഴക്കടിച്ചുകൊണ്ടിരിക്കുന്ന ഏതാനും പങ്കുകാരാണ് അവന്റെ യജമാനന്മാർ. കുറെ യജമാനന്മാർക്ക് കീഴിൽ ജോലി ചെയ്യുന്ന ഒരടിമ. എന്നാൽ ഒരു യജമാനന് മാത്രം കീഴ്പ്പെടേണ്ടവനായ മറ്റൊരാളെയും അല്ലാഹു ഇതാ ഉപമയായി എടുത്തു കാണിച്ചിരിക്കുന്നു. ഇവയിൽ രണ്ടുപേരും ഒരുപോലെയാകുമോ? അല്ലാഹുവിന് സ്തുതി. പക്ഷെ അവരിൽ അധിക പേരും അറിയുന്നില്ല. സാധാരണ നമ്മൾ ഓതിപ്പോകുന്ന ഒരായത്താണ്. ഈ ആയത്തിന്റെ തഫ്സീറിൽ മുഫസ്സിറുകൾ വിശദീകരിക്കുന്ന കാണാൻ പറ്റും. ضربallahu مثلا للمشرك والموحد, മുശ്രിക്കിന്റെയും മുവഹിദിന്റെയും ഉപമ ഇത് അല്ലാഹു വിവരിക്കുന്നു. എന്താ മുശ്രിക്കിന്റെ ഉപമ? റജുലൻ മംലൂകൻ ലിശുറകാഅ മുതനാസിഈന, പരസ്പരം വഴക്കടിച്ചുകൊണ്ടിരിക്കുന്ന, പോരടിച്ചുകൊണ്ടിരിക്കുന്ന ഉടമസ്ഥന്മാർക്ക് കീഴിലാണ്. തമ്മിലൊരു ഐക്യമില്ലാത്ത, വിയോജിപ്പുള്ള, ശത്രുതയുള്ള, തർക്കമുള്ള, പരസ്പരം സംഘട്ടനത്തിൽ ഏർപ്പെടുന്ന ഏതാനും നേതാക്കന്മാർ അല്ലെങ്കിൽ ഏതാനും ഉടമകൾ, യജമാനന്മാർ, അവരുടെ കീഴിലാണ് ഇയാൾ ജീവിക്കുന്നത്. ഇന്ന അർദാ ബഅദഹും അഗ്ദബ ബഅദ, ചില നേതാക്കന്മാരെ തൃപ്തിപ്പെടുത്തിയാൽ മറ്റ് ചിലർക്കത് കോപത്തിന് കാരണമാകും, അനിഷ്ടകരമാകും. അഥവാ പരസ്പരം തർക്കിക്കുന്ന വ്യത്യസ്തരായ മോശം സ്വഭാവക്കാരായ യജമാനന്മാർ. ഫഹുവ ഫീ ഹൈറത്തിൻ വൾതിറാബിൻ, എപ്പോഴും പരിഭ്രാന്തിയിലും അസ്ഥിരതയിലുമാണ് അവൻ. അത്തരമൊരു അടിമയുടെ അവസ്ഥയാണത്. ഒരുപാട് യജമാനന്മാർക്ക് കീഴിൽ ജീവിക്കുന്ന, പരസ്പരം പോരടിക്കുന്ന യജമാനന്മാർക്ക് ജീവിക്കുന്ന ഒരാൾ. നമ്മൾ നരിച്ചോക്കി ഇയാളുടെ ഒരു മാനസികാവസ്ഥ എന്താ? എന്നിട്ട് പിന്നെ ആയത്തിൽ വിശദീകരിച്ചിട്ട് പറയാണ്, എന്നാൽ ഒരാൾക്ക് മാത്രം കീഴ്പ്പെടുന്ന മറ്റൊരാളുടെ, അഥവാ ഒരു മുഅ്മിനിന്റെ ഉപമ എന്താണെന്നറിയോ? വറജുലൻ ഖാലിസൻ ലിറജുൽ വഹ്ദഹു യംലികുഹു, മറ്റൊരാൾ, ഒരു വിശ്വാസി, അതാരാണ്? ഒരൊറ്റ ഉടമസ്ഥന്റെ കീഴിലാണ്. ആ ഒരു ഉടമസ്ഥന് മാത്രമേ ഇവന്റെ ഉടമസ്ഥതയുള്ളൂ. വയഅരിഫു മുറാദഹു ഫഹുവ ഫീ തുമഅനീനത്തിൻ വഹുദൂഇ ബാൽ, എന്റെ ഉടമസ്ഥന്റെ ഇഷ്ടം എന്തിനാണ് എന്ന് ഈ അടിമക്കറിയാം.
അതിനാൽ പരിപൂർണ സ്വസ്ഥതയിലും ശാന്തിയിലും സമാധാനത്തിലുമാണവൻ. ലാ യസ്തവി ഹാദാനി റജുലാൻ, ഈ രണ്ട് അടിമകളും ഒരിക്കലും സമമാവില്ല. സുബ്ഹാനക. അല്ലാഹു പറഞ്ഞൊരു ആയത്തിന്റെ വിശദീകരണം നോക്കി. അതായത് അള്ളാഹുവിനോട് മാത്രം വിളിച്ചു തേടുന്ന, പ്രാർത്ഥിക്കുന്ന, നേർച്ചർപ്പിക്കുന്ന ഒരാളും അള്ളാഹ്ക്ക് പുറമെ സർവജാറങ്ങളിലും ബീവിമാരിലും മഖാമുകളിലും സർവരിലും ആശ്രയിക്കുന്ന മറ്റൊരാളും ഈ രണ്ടാളെ പോലെയാണ്. ഒന്നുകൂടി നന്നാക്കി പറഞ്ഞാൽ, ഏകനായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നവന്റെ അവസ്ഥയും അവനല്ലാത്തവരെ ആരാധിക്കുന്നവന്റെ അവസ്ഥയും ഒരുപോലെയാണോ? അല്ല. അൽഹംദുലില്ലാ, സ്തുതികൾ മുഴുവനും അല്ലാഹ്ക്കാണ്. ബൽ മുഅ്ദമുഹും ലാ യഅലമുൻ ഫലിദാലിക യുശ്രികൂന മഅ അല്ലാഹി ഗൈറ, എന്നാൽ അവരിൽ ബഹുഭൂരിപക്ഷവും കാര്യം മനസ്സിലാക്കുന്നില്ല. അതിനാൽ അവർ അല്ലാഹുവോടൊപ്പം മറ്റു പലരെയും അവന്റെ പങ്കാളികളാക്കുന്നു. ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, അപ്പോ എന്താണ് തൗഹീദ് നിരന്തരം പറയാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്? എന്ത് കാരണത്താലാണ് ശിർക്കിനെതിരെ ജാഗ്രത പാലിക്കണമെന്ന് പറയാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്? മഹാനായ ശൈഖുൽ ഇസ്ലാം പറഞ്ഞൊരൊറ്റ വാചകം ഞാൻ അതിന് അടിവരായിട്ട് പറയട്ടെ. ഖാല ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മഹുല്ലാ, എന്തുകൊണ്ട് നമ്മുടെ മിമ്പറുകളിൽ, എന്തുകൊണ്ട് നമ്മുടെ വായിൽ, എന്തുകൊണ്ട് ആളുകൾ കണ്ടുമുട്ടുന്നിടത്ത്, എന്തുകൊണ്ട് ഏതൊരു പ്രദേശത്തും തൗഹീദ് 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 നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു? ശൈഖുൽ ഇസ്ലാം പറയാണ്, വലാ ശൈഅ അഹബ്ബു ഇലല്ലാഹി മിനത് തൗഹീദ് വലാ ശൈഅ അബ്ഗദു ഇലൈഹി മിനശ് ശിർക്ക്. തൗഹീദിനേക്കാൾ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള മറ്റൊരു കാര്യവുമില്ല. ശിർക്കിനേക്കാൾ അവന് ഏറ്റവും വെറുപ്പുള്ള മറ്റൊരു കാര്യവുമില്ല. അല്ലാഹു അക്ബർ കബീറ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഹീദിലായി ജീവിക്കുകയും ശിർക്കിൽ നിന്ന് നമ്മയൊക്കെ കാത്തിരക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് ഹംദൻ കതീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി. اللهم صل وسلم على نبينا محمد. اتقوا الله عباد الله اوصيكم واياي بتقوى الله. ബഹുമാന്യരായ വിശ്വാസിനികളെ ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്താണ്, വസിയത്ത് ചെയ്യാണ്. റഹ്മാനായ റബ്ബുൽ ഇസ്സത്ത് നമുക്കതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആയതിനാൽ ഈ ഒരു ശിർക്കിൽ നിന്ന് രക്ഷപ്പെടുന്നതിനും തൗഹീദിൽ ഉറച്ചു നിൽക്കുന്നതിനും വേണ്ടി നിരന്തരം നമ്മൾ റബ്ബിനോട് തേടിക്കൊണ്ടേയിരിക്കണം. കാരണം എന്തറിയും, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഇമാം അൽബാനി റഹ്മഹുല്ലാ സ്വഹീഹുൽ ജാമിയിൽ വിവിധ ഹദീസ് ഗ്രന്ഥങ്ങളിലൊക്കെ ഉണ്ട്. സ്വഹീഹുൽ ജാമിയിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസുണ്ട് സ്വീകാര്യോഗ്യമായത്. അവിടെ അദ്ദേഹം പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അശ്ശിർകു ഫീകും അഖ്ഫാ മിൻ ദബീബിൻ നംൽ. ശിർക്ക് നിങ്ങളിൽ സംഭവിക്കുന്നത് ഒരു കറുത്ത ചെറിയ ഉറുമ്പിനെക്കാളും അവ്യക്തമായിട്ടായിരിക്കും. വസഅദുല്ലുക അലാ ശൈഇൻ إذا فعلته ذهب عنك صغار الشرك وكباره تقول. അതുകൊണ്ട് ഞാൻ നിനക്കൊരു കാര്യം പഠിപ്പിച്ചുതരാം. അബൂബക്കർ സിദ്ദീഖ് ഈ ഉമ്മത്തിലെ ഒന്നാമനോട് ലോകത്തിന്റെ നേതാവ് പഠിപ്പിച്ചു കൊടുക്കാണ്. ഷറഫും ഫളലുമുള്ള റസൂൽ ഈ ഉമ്മത്തിലെ ഒന്നാമനോട് പഠിപ്പിച്ചു കൊടുക്കാണ്, അബൂബക്കറെ ഞാൻ നിനക്കൊരു കാര്യം പഠിപ്പിച്ചുതരാം. ഒരു പക്ഷേ സത്യമായിട്ട് ഞാൻ വല്ലാഹി തുറന്നു പറയും, നമ്മളെവിടെ നിൽക്കണം മനസ്സിലാക്കാനേ പറഞ്ഞത്. ഇത് ലോകരുടെ നേതാവ് തൗഹീദ് കേട്ട് ജീവിച്ച, ശിർക്കിനെതിരെ പറഞ്ഞ് നമ്മുടെ ഭാഷയിൽ മടുത്ത അബൂബക്കർ എന്നവരോട് പറയാം. ആരോട്? തൗഹീദ് ജീവിക്കണ കാലം മുഴുവനും തൗഹീദ് കേട്ട, മരിക്കണവരെ തൗഹീദ് പറഞ്ഞ, മരിക്കണവരെ ശിർക്കിനെതിരെ പോരാടിയ അബൂബക്കറോട് പറയണം. നമ്മളെ പോലത്തെ 5 കൊല്ലത്തെ പാരമ്പര്യമില്ല, അല്ല, രണ്ടറ്റം മുട്ടാതെപ്പോഴും മുഴുവനാകാത്ത തൗഹീദിന്റെ പാരമ്പര്യത്തെ കുറിച്ചല്ല പറഞ്ഞത്. നമ്മളെവിടെ ഇതൊക്കെ നമ്മൾ എത്ര കേൾക്കണ എന്ന ചിന്ത ഉണ്ടോ? ശരിക്കും പഠിച്ചോളി. എല്ലാം കേട്ട മഹാനായ സിദ്ദീഖുൽ അക്ബറോട് പറയാ, സിദ്ദീഖുൽ അക്ബറേ ഞാൻ നിനക്കൊരു കാര്യം പഠിപ്പിച്ചുതരാം. അത് നീ ചെയ്താൽ ചെറുതും വലുതുമായ ശിർക്ക് നിന്നിൽ നിന്ന് അകലുന്നതാണ്. എന്തറിയോ? അത് നീ ഇപ്രകാരം ചൊല്ലലാണ്, പറയലാണ്. എന്ത്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക വഅന അഅലമു വഅസ്തഗ്ഫിറുക ലിമാ ലാ അഅലം. അല്ലാഹുവേ, അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം
ആരാധനയുടെ ഇനങ്ങളും വകുപ്പുകളും മറ്റുള്ളവർക്ക് നൽകി നിന്നോട് പങ്കുചേർക്കുന്നതിൽ നിന്ന് ഞാനിതാ നിന്നോട് രക്ഷ തേടുന്നു. വീണ്ടും പറയണതറിയോ, എനിക്കറിയാത്തതിൽ അറിയാതെ എന്നിൽ സംഭവിച്ചു പോകുന്ന ശിർക്കിൽ നിന്ന് വാക്കാൽ, പ്രവർത്തിയാൽ, ചിന്തയാൽ ഒക്കെ വരാം. എങ്ങനെ വരാം? ആ ശിർക്കിൽ നിന്നും ഞാൻ നിന്നോട് പൊറുക്കനെ തേടുകയും ചെയ്യുന്നു. ആരാർക്ക് പറഞ്ഞു കൊടുക്കരോ? തൗഹീദിന്റെ പടനായകനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തൗഹീദിന്റെ സേനാനായകനായ അബൂബക്കർ സിദ്ദീഖിനെ വിശദീകരിച്ചു കൊടുക്കാൻ. ഇമാം ബുഖാരിയുടെ ധാരാളക്കണക്കിന് ഹദീസ് ഗ്രന്ഥങ്ങൾ കാണാം. അല്ലാമത്തുൽ അൽബാനി 3731 നമ്പറായി സഹീഹുൽ ജാമിൽ എടുത്തു കൊടുക്കുന്ന ഹദീസ് സ്വീകാര്യോഗ്യമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, തൗഹീദിന് വേണ്ടി തൗഹീദിന്റെ മാർഗത്തിൽ ജീവിക്കുകയും ആ തൗഹീദ് നിരന്തരം നിലനിന്ന് കിട്ടാൻ വേണ്ടി റബ്ബിനോട് ദുആ ചെയ്യുകയും ആ തൗഹീദിൽ 100ൽ 100 നമ്മുടെ മക്കൾ ഉറച്ചു നിൽക്കണം എന്ന ആഗ്രഹവും ഉപദേശവും, കുടുംബം അതിലുണ്ടാകണമെന്ന ഉപദേശവും നമ്മിൽ ഉണ്ടാവുകയും അതോടൊപ്പം തന്നെ ഈ ലോകത്തെ ഏറ്റവും ഭയക്കേണ്ടുന്ന, വന്നുപെട്ടാൽ ദുനിയാവ് ആഖിറു നാശാണ്, ആ ശിർക്കിൽ നിന്ന് രക്ഷപ്പെടാനും നിരന്തരം റബ്ബിനോട് നമ്മൾ ദുആ ചെയ്തുകൊണ്ടിരിക്കണം. അത്ര ഗൗരവമുള്ള കാര്യമാണ്. ഞാൻ ഒരിക്കൽ കൂടി പറയാണ്, ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങളും മാറും. ഒരു 2018 കഴിഞ്ഞ് 19 ആയപ്പോ നമ്മൾ അനുഭവിച്ച വേറൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഒരു 3-4 മാസം പൊരക്കകത്ത് അടച്ചു കിടക്കേണ്ടി വന്നു. അപ്പൊ നമ്മൾ അനുഭവിച്ച ഏറ്റവും വലിയ പ്രശ്നം എന്തായിരുന്നു? അതായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ചിന് കഴിഞ്ഞപ്പോ ഇന്ത്യ രാജ്യത്തെ മുഴുവൻ മുസ്ലിങ്ങളും മുൾമുനയിൽ നിൽക്കുന്ന രീതിയിൽ മറ്റൊരു ഇഷ്യൂ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ എല്ലാവരും ബേജാറായി. കുറച്ച് കഴിഞ്ഞപ്പോ നമ്മൾ അതും മറന്നു. ഇങ്ങനെയാണ് മനുഷ്യന്റെ അവസ്ഥ. ഈ ദുനിയാവില് നമ്മൾ പ്രശ്നാന്ന് വിചാരിക്കുന്നതൊക്കെ ഒരു കാറ്റത്തപ്പുറപ്പുറം പോണ കാര്യങ്ങൾ മാത്രമാണ്. പക്ഷെ അതിന്റെ ഇടയിൽ യഥാർത്ഥ പ്രശ്നങ്ങൾ എന്താണോ എന്ന് നമ്മൾ മനസ്സിലാക്കാതെ പോയാൽ, അല്ലെങ്കിൽ അതൊക്കെ ഇപ്പൊ എനിക്കറിയാം, എന്നോടിപ്പോ അങ്ങനെ ഉപദേശിക്കൊന്നും വേണ്ട എന്ന ഒരു ഉജ്ബിന്റെ ഒരു ഹാലിലേക്ക് നമ്മളെങ്ങാനും കയറി വന്നാൽ അല്ലാഹുൽ മുസ്തആൻ, അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ജാഗ്രത, ശിർക്കിനെതിരെ ജാഗ്രത, തൗഹീദിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കാനുള്ള ജാഗ്രത. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഹീദിൽ ഉറപ്പിച്ചു നിർത്തുകയും ശിർക്കിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ. മഹാനായ ലുഖ്മാൻ അദ്ദേഹത്തിന്റെ മകനെ ചേർത്ത് പിടിച്ചിട്ട് കുഞ്ഞുമോനെ എന്ന് പറഞ്ഞുകൊടുത്ത ആ ഉപദേശം അത് ജീവിതത്തിലുടനീളം പാലിക്കാനും നമ്മുടെ കുടുംബത്തിൽ അത് പാലിക്കാനും അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഇണകളിൽ, നമ്മുടെ മക്കളിൽ കൺകുളിർമ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു തആല പുറത്തു കൊടുക്കുമാറാവട്ടെ, കരുണ ചൊരിയുമാറാവട്ടെ. മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇപ്പോഴും തൗഹീദ് കിട്ടാത്ത ശിർക്കിന്റെ കോട്ടകളിൽ ചെന്ന് മുട്ടുന്ന മാതാപിതാക്കൾക്ക് അല്ലാഹു തആല പുറത്തു കൊടുക്കുമാറാവട്ടെ. അവർക്ക് അല്ലാഹു തൗഹീദിലേക്ക് വിളിച്ച പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു ഉമ്മത്തിനെ സഹായിക്കുമാറാവട്ടെ. അല്ലാഹു അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിനെ ശക്തിപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ലോകത്തിന്റെ വിവിധ കോണുകളിൽ പീഡിപ്പിക്കപ്പെടുന്ന, പ്രയാസപ്പെടുന്ന ഉമ്മത്ത് മുസ്ലിമ അല്ലാഹുർക്ക് സമാധാനം ചൊരിയുമാറാവട്ടെ. ഈ ഗൾഫ് രാജ്യങ്ങളിൽ പ്രവാസികളായി ജീവിക്കുന്ന ആളുകൾക്ക് അല്ലാഹു സമാധാനം ചൊരിയുമാറാവട്ടെ. ഈ ഒരു മനുഷ്യനെ ആശങ്കയിലാക്കുന്ന ഈ 2 ശത്രുക്കളുടെ ഈ ശർറിൽ നിന്ന് അല്ലാഹു ഉമ്മത്തിനെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين ولذكر الله أكبر والله يعلم ما تصنعون.